ഖബറിനുള്ളിലായി കിടന്നു പിന്നെ ഖേദമാണ് ഇല്ലറേ സങ്കടം ഒരത്ഭുതം അതാണ് നൊമ്പരപ്പെടുവാനും കഴിയുകയില്ല ഉമ്മയും ബാപ്പയുമിന്ന് ഖബറിനുള്ളിലാണ് ഓർത്തു സങ്കടം ഞാൻ കേൾന്നു പോയി ഇല്ല സുബ്ഹാനേ കരയാൻ കണ്ണുനീരില്ല ഇല്ല സുബ്ഹാനേ കരയാൻ കണ്ണുനീരില്ല സഹോദരങ്ങളെ അതുകൊണ്ട് മരണം വരുന്നതിന് മുമ്പ് നന്മകൾ ചെയ്തോ അതുകൊണ്ട് എല്ലാ മനുഷ്യരും ദുനിയാവിന്റെ പുറത്തുനിന്ന് ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയും എല്ലാവരും പിരിയും ഞാനിപ്പോഴൊന്നും പോകൂല എനിക്ക് 25 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരാ നിന്നെ പോലെ ആരോഗ്യം ഉണ്ടായിരുന്ന പലരും കബറിന്റെ ഉള്ളിലാണ് നല്ല മസിലുണ്ടായിരുന്ന പല ചെറുപ്പക്കാരൊന്ന് പള്ളിക്കാട്ടിലുണ്ട് അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് കടന്നു വരണം ഈ മനുഷ്യന്മാര് അള്ളാന്റെ പ്രവാചകരെ പഠിപ്പിക്കുന്നു ഒന്ന് മരണത്തെ പറ്റി ഓർക്കുമോ നിന്നെ കൊണ്ടുപോകുന്ന രംഗത്തെ പറ്റി നിനക്ക് ഓർക്കാമോ സ്വഹാബ ഒന്ന് മരണത്തെ പറ്റി ഓർക്കണം രണ്ട് നിങ്ങളെ മയ്യത്ത് പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന രംഗത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കണം ആരെ ചിന്തിച്ച് നിങ്ങളുടെ ബാപ്പയുടെ മയ്യത്ത് പൊതിഞ്ഞ് പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ചു ഉമ്മയുടെ മയ്യത്ത് പൊതിഞ്ഞ് പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ചു നിങ്ങൾ സ്വന്തം ഒന്ന് ചിന്തിക്കന്റെ പെങ്ങളെ നിങ്ങളെ വെള്ള പുതപ്പിച്ച് നിങ്ങളുടെ മക്കള് നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗം ആലോചിച്ചു അറിയാതെ മനസ്സിൽ ഇപ്പൊ തന്നെ ഈ സെക്കൻഡിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ മക്കൾ അരികത്തുണ്ട് വേണ്ടപ്പെട്ടവരരികത്തുണ്ട് ഉപ്പമാരെ നിങ്ങളും ചിന്തിക്കും എല്ലാരും അരികത്തുണ്ട് ഒരു സെക്കൻഡ് കണ്ണടച്ചൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ ശരീരം വെള്ള പുതപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ പലരും കരയുന്നുണ്ട് പലരും സങ്കടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചത് ആയിഷ ഓരോ മനുഷ്യന്റെ ആത്മാവും സങ്കടപ്പെട്ടു പോകും ആയിഷ മുസ്തഫ നബി തങ്ങൾ ഓരോ എണ്ണി പറയാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ശരീരത്തിലുള്ള വസ്ത്രം അങ്ങ് ഊരി മാറ്റുന്ന സമയമുണ്ടല്ലോ ആ സമയത്തും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് പറയുകയാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെ ആത്മാവും പറയുക യാ അഹിബ്ബാ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പൊന്നുമക്കളെ നിങ്ങൾ എന്നെ പിടിച്ചിട്ട് ചുളുക്കല്ലേ മലക്കുൽ മൗത്ത് കടന്നു വന്ന റൂഹ് പിടിച്ച വേദനയുണ്ടല്ലോ അത് മാറിയിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്നെ പിടിച്ചിട്ട് കുലുക്കണ്ട